So, good afternoon all. നമ്മൾ ഇന്നലെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ചെറിയ ഇൻട്രഡക്ഷൻ പോലെ അതിനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. സൈനോൾ ഫ്ലൂയിഡ് എന്താണ്, അതിനുള്ള കണ്ടന്റ്. സൈനോൾ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് പ്ലാസ്മ ആയിരിക്കും. അതിനകത്തുള്ള ഹൈലറോണും ലൂബ്രിക്കനും അതായിരിക്കും അതിന്റെ സൈനോൾ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി കൊടുക്കുന്നത്. ഹൈലറോൺ എന്ന് വെച്ചാൽ അത് മൂവ്മെന്റിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത് ഹൈലറോണും, സ്റ്റാറ്റിക് സ്ട്രെസ്സിൽ ലൂബ്രിക്കൻ കൊടുക്കുന്നത് ലൂബ്രിക്കനും ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് SLE. സോ ഇന്ന് നമ്മള് പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസും വാസ്കുലൈറ്റിസും ആണ് എടുക്കാൻ പോകുന്നത്. വാസ്കുലൈറ്റിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാസ്കുലൈറ്റിസിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് വാസ്കുലൈറ്റിസ് നമ്മൾ ഇന്നത്തേക്ക് നോക്കും: പോളി ആർത്രൈറ്റിസ് നോഡോസ ആൻഡ് ജയന്റ് സെൽ ആർത്രൈറ്റിസ്. സോ ഇന്നത്തേക്ക് നമ്മൾ ഇത്ര ആയിരിക്കും എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്. സോ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ് അതിന്റെ വേറൊരു സിനോണിയം ആയിട്ട് പറയുന്നതായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ക്ലീറോഡെർമ എന്ന് പറയുന്നത് അതിനെ തന്നെ ആയിരിക്കും. സോ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്ക്ലീറോഡെർമ. ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. നമ്മൾ SLE പറഞ്ഞ പോലെ തന്നെ സ്ക്ലീറോഡെർമയും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ തന്നെ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കുവാണെങ്കിൽ ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ്. എവിടെയൊക്കെ സ്കിന്നില്, ഇന്റേണൽ ഓർഗനിലും വാസ്കുലേച്ചറിലും ഫൈബ്രോസിസും ഡീജനറേറ്റീവ് ചേഞ്ചസും ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് സ്ക്ലീറോഡെർമ അല്ലെങ്കിൽ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂടെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആയിരിക്കും. എവിടെയായിരിക്കും അഫക്ഷൻ ഉണ്ടാകുന്നത്? സ്കിന്നിലെ, ഇന്റേണൽ ഓർഗൻസിലും വാസ്കുലേച്ചറിലും ഒക്കെ ഫൈബ്രോസിസും അതേപോലെ ഡീജനറേറ്റീവ് ചേഞ്ചസും ഉണ്ടായിരിക്കും. സോ ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഓഫ് സ്കിൻ, ഇന്റേണൽ ഓർഗൻസ് ആൻഡ് വാസ്കുലേച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് എന്താണ് സ്ക്ലീറോഡെർമ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് സ്ക്ലീറോഡെർമ എന്ന് വെച്ചാൽ ഹാർഡനിങ് ആൻഡ് തിക്കനിങ് ഓഫ് ദ സ്കിന്നിൽ വന്നിട്ട് ഹാർഡനിങ് ആൻഡ് തിക്കനിങ് ഉണ്ടായിട്ട് ഹൈഡ് ബൗണ്ട് നമ്മൾ കുത്തുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് പിഞ്ച് ചെയ്യാനൊന്നും പറ്റാത്ത രീതിക്കുള്ള അത്ര ഒരു ഹാർഡൻ സ്കിന്നായിട്ട് മാറുന്നതായിരിക്കും ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞാൽ. സോ ഒരു മോസ്റ്റ് കോൺസ്പീഷ്യസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞാല് തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് ദ സ്കിൻ വിച്ച് ബിക്കം ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ ആയിട്ട് മാറും. അതായിരിക്കും അതിന്റെ ഒരു ക്യാരക്ടോഡെർമ എന്ന് പറഞ്ഞാൽ. അതിന് ഇനി പതോളജി കാർഡിനൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദ 3 കാർഡിനൽ ഫീച്ചേഴ്സ് ഓഫ് സ്ക്ലീറോഡെർമ എന്തൊക്കെയായിരിക്കും? എക്സസീവ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്പോസിഷൻ. കൊളാജൻ എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഡിപ്പോസിഷൻ ഉണ്ടാകുന്നു. വാസ്കുലർ ഡാമേജ് ഉണ്ടാകുന്നു, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഇതായിരിക്കും അതിന്റെ 3 കാർഡിനൽ ഫീച്ചേഴ്സ്. അതിന്റെ ഒരു പതോളജി നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത് നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും മെയിൻ 3 ഫീച്ചേഴ്സ്? എക്സസ് ആയിട്ട് കൊളാജൻ പ്രൊഡക്ഷനും ഡിപ്പോസിഷനും ഉണ്ടാകുന്നു, വാസ്കുലർ ഡാമേജ് ഉണ്ടാകുന്നു, ആൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഇതായിരിക്കും സ്ക്ലീറോഡെർമയുടെ 3 കാർഡിനൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രോമിനന്റ് പതോളജിക്കൽ അബ്നോർമാലിറ്റി അവിടെ എന്തായിരിക്കും നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളാജന്റെ കാര്യമായിരിക്കും. ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ക്രോസ് ലിങ്കിങ് ഓഫ് കൊളാജൻ ആൻഡ് വാസ്കുലൈറ്റിസ് ആയിരിക്കും അവിടുത്തെ ഒരു പ്രോമിനന്റ് പതോളജിക്കൽ ചേഞ്ചസ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ക്രോസ് ലിങ്കേജ് ഓഫ് കൊളാജൻ ആൻഡ് വാസ്കുലൈറ്റിസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുന്നു, ഡിപ്പോസിഷൻ കൂടുന്നു, വാസ്കുലർ ഡാമേജ് ഉണ്ടാകുന്നു, വാസ്കുലൈറ്റിസ് ഉണ്ടാകുന്നു. ഇത് രണ്ടുമായിരിക്കും അതിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ. സോ എന്താണ് സ്ക്ലീറോഡെർമ അല്ലെങ്കിൽ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂന്റെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിരിക്കും. എവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നു. എവിടെയൊക്കെ? സ്കിന്നില്, ഇന്റേണൽ ഓർഗൻസിൽ, വാസ്കുലേച്ചേഴ്സിൽ. നമ്മൾ ബ്ലഡ് വെസൽസിനകത്തൊക്കെ ഫൈബ്രോസിസും ഡീജനറേറ്റീവ് ചേഞ്ചസും ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും നമ്മൾ സ്ക്ലീറോഡെർമ അല്ലെങ്കിൽ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കിന്നിൽ വന്നിട്ട് ഹാർഡനിങ്ങും തിക്കനിങ് ഓഫ് ദ സ്കിൻ ഉണ്ട്. നല്ല തിക്കാവും സ്കിൻ. നമ്മൾ സാധാരണ സ്കിന്നിൽ പിഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അത് കുത്തിയാൽ നമുക്ക് ആ ഒരു പിഞ്ചിങ് ഫീൽ കിട്ടും. സോ സ്ക്ലീറോഡെർമയിൽ എന്തായിരിക്കും ആകുന്നത്? നമ്മുടെ സ്കിൻ വന്നിട്ട് ഹാർഡൻ ആൻഡ് തിക്കായിട്ട് അവിടെ നമുക്ക് പിഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതായിരിക്കും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ക്ലീറോഡെർമ എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെയിൻ പതോളജി നോക്കുവാണെങ്കിൽ മെയിൻ 3 കാർഡിനൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? എക്സസ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്പോസിഷൻ, വാസ്കുലർ ഡാമേജ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. ഇതായിരിക്കും മെയിൻലി അതിന്റെ ഒരു പതോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ അവിടെ അസോസിയേഷൻ നോക്കുവാണെങ്കിൽ HLA DR1, DR2, DR3, DR5 ആൻഡ് DRWS2. DR1, 2, 3, 5 ആൻഡ് DRWS2 ആയിരിക്കും അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നത്. ദെൻ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ. നമ്മൾ ഇതായിരിക്കും പഠിച്ച എല്ലാത്തിനകത്തും ഫീമെയിൽ ആണ് പ്രിഡോമിനന്റ്. സെയിം ഹിയർ ഇവിടെ വന്നിട്ട് ഫീമെയിലായിരിക്കും എന്താ സ്ക്ലീറോഡെർമ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ നോക്കുവാണെങ്കിൽ 1:4 റേഷ്യോയിലായിരിക്കും അഫക്ഷൻ ഉണ്ടാകുന്നത്.
ഏത് ഏജ് ഗ്രൂപ്പിലായിരിക്കും അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്? 4th to 5th ഡെക്കേഡ് ഓഫ് ലൈഫിലായിരിക്കും യൂഷ്വലി സ്ക്ലീറോഡെർമ പ്രസന്റേഷൻ ഉണ്ടാകുന്നത്. ഇതിന്റെ ഓൺസെറ്റ് നോക്കുവാണെങ്കിൽ ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും വിത്ത് ഇനീഷ്യൽ സിംറ്റംസ് വേരിയസ്. പയ്യെ കൊണ്ടൊരു ഓൺസെറ്റ് ആയിരിക്കും. ഇനീഷ്യൽ സിംറ്റംസ് വേരി ചെയ്ത് വരാം. എന്തൊക്കെ വരാം ഇനീഷ്യൽ സിംറ്റംസ്? ഇനീഷ്യൽ സിംറ്റംസിനകത്ത് റൈനോഡ്സ് ഫിനോമിന വരാം, ടൈറ്റ്നസ് ഓഫ് ദ സ്കിൻ, ടൈറ്റ്നസ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ് വരാം, ആർത്രാൾജിയ ആൻഡ് വേഗ് മാനിഫെസ്റ്റേഷൻ. ഇതിന് ഏത് വേണമെങ്കിലും ഒരു പ്രസന്റേഷനിലായിരിക്കും എന്ത് വരുന്നത്? സ്ക്ലീറോഡെർമയുടെ അപ്പിയറൻസ് ഉണ്ടാകുന്നത്. ഇനീഷ്യലി ഒരു ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ഇനീഷ്യൽ സിംറ്റംസ് വന്നിട്ട് വേരി ചെയ്യാം. മേ ബി റൈനോൾഡ്സ് ഫിനോമിന ആയിട്ട് വരാം, എക്സ്ട്രിമിറ്റീസിന് ഒരു ടൈറ്റ്നസ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ആർത്രാൾജി ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വേഗ് മാനിഫെസ്റ്റേഷനിൽ അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ പറഞ്ഞല്ലോ സ്കിന്നിൽ മെയിൻലി അഫെക്ഷൻ ഉണ്ടാകുന്നു. സോ ക്യൂട്ടേനിയസ് സ്കിന്നിലുള്ള എന്തൊക്കെ അഫെക്ഷൻസ് ആയിരിക്കും സ്ക്ലീറോഡെർമയിൽ ഉണ്ടാകുന്ന നോക്കുവാണെങ്കിൽ ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷനിൽ എന്തൊക്കെ കാണുന്നു നോക്കുവാണെങ്കിൽ ഒരു ഡോക്ടർ മ്യൂട്ടാണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വേരി ചെയ്ത് വരാം. മെയിൽസിനെക്കാളും ഫീമെയിൽസിനായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. 1:4 റേഷ്യോയിൽ ഫീമെയിൽസിലായിരിക്കും കൂടുതലായിട്ട് സിസ്റ്റമിക് സ്ക്ലീറോസിസ് ഉണ്ടാകുന്നത്. ദെൻ ഇനീഷ്യൽ സിംറ്റം നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ഇനീഷ്യൽ സിംറ്റംസ് വേരി ചെയ്ത് വരാം. എങ്ങനെയൊക്കെ വരാം? റൈനോഡ്സ് ഫിനോമിന ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രിമിറ്റീസിൽ ഒരു ടൈറ്റ്നസ് ഓഫ് എക്സ്ട്രിമിറ്റീസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ആർത്രൈറ്റിസോ, അങ്ങനെ പല രീതിക്കായിരിക്കും അതിന്റെ ഇനീഷ്യൽ പ്രസന്റേഷൻ പേഷ്യൻസ് ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞല്ലോ എവിടെയായിരിക്കും ഫൈബ്രോസിസും ഡീജനറേഷൻ ഉണ്ടാകുന്നത്? സ്കിന്നില്, ഇന്റേണൽ ഓർഗൻസിൽ, വാസ്കുലേച്ചറിൽ. സോ സ്കിന്നിൽ ഉണ്ടാകുന്ന അഫെക്ഷൻസ് ആയിരിക്കും നമ്മളിവിടെ ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷനിൽ പറയാൻ പോകുന്നത്. സോ എങ്ങനെ 3 തരത്തിലുള്ള ചേഞ്ചസ് ആയിരിക്കും സ്കിന്നിൽ ഉണ്ടാകുന്നത്? എഡിമാറ്റസ്, ഇൻഡുറേറ്റീവ് ആൻഡ് അട്രോഫിക് സ്റ്റേജസ് ആയിരിക്കും. എഡിമാറ്റസ്, ഇൻഡുറേറ്റീവ് ആൻഡ് അട്രോഫിക് സ്റ്റേജസ് ആയിരിക്കും സ്കിന്നിൽ ഉണ്ടാകുന്നത്. സോ ഇനീഷ്യലി സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ക്യൂട്ടേനിയസ് സ്റ്റേജസ് ഓഫ് സ്ക്ലീറോഡെർമ നോക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് എഡിമ ആയിരിക്കും. എവിടെ ഉണ്ടാകും? എഡിമ ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഹാൻഡ്സിനും ഫീറ്റിലും എഡിമ ഉണ്ടായിരിക്കും. ഡോക്ടറെ ഓഡിയോക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഹെഡ്സെറ്റ് വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? അല്ല സർ, ഇപ്പൊ കുഴപ്പമില്ല. ഇടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ? അതെ, ഇല്ല സർ, ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, പ്രൊസീഡ്. സോ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കും? ഇനീഷ്യലി എഡിമ ആയിരിക്കും. എഡിമ എവിടെ ആയിരിക്കും? ഹാൻഡ്സ് ആൻഡ് ഫീറ്റിന് എഡിമ ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. സോ ഹാൻഡ്സ് ആൻഡ് ഫീറ്റിന് എഡിമ പിന്നെ എങ്ങോട്ടേക്ക്? മോർ പ്രോക്സിമലി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കയ്യിലോട്ട് ദേഹത്തോട്ടൊക്കെ എഡിമ എക്സ്റ്റെൻഡ് ചെയ്ത് വരാം. അതായിരിക്കും ഇനീഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എഡിമ ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് മോർ പ്രോക്സിമലി. സോ അതിനുശേഷം എന്ത് വരും? അതിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ മെയിൻ കാർഡിനൽ ഫീച്ചർ എന്ന് പറഞ്ഞത് തിക്കനിങ് ആൻഡ് ടൈറ്റനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടായിരിക്കും. സോ ഇനീഷ്യലി എഡിമ ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഉണ്ടായിരിക്കും. അത് പ്രോക്സിമലി സ്പ്രെഡ് ചെയ്ത് വരും. അതിനെ ഫോളോ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? തിക്കനിങ് ആൻഡ് ടൈറ്റനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടായിരിക്കും. ആൻഡ് അത് കാരണം എന്ത് പറ്റും? നമ്മുടെ സ്കിൻ തിക്കാകുന്നു, ടൈറ്റ് ആകുന്നു. സോ ഇറ്റ് ലോസ് ദ നോർമൽ പ്ലയബിലിറ്റി ആൻഡ് ബിക്കം ഹൈറ്റ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ. നമ്മൾ പറഞ്ഞില്ലേ കാർഡിനൽ ഫീച്ചർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കിൻ വന്നിട്ട് ഹൈറ്റ് ബൗണ്ട് ആയിരിക്കും, നോൺ പിഞ്ചബിൾ ആയിട്ട് മാറും. സോ ഇത് എങ്ങനെയായിരിക്കും? ഇനീഷ്യലി എഡിമ ഉണ്ടാകും. എവിടെ എഡിമ ഉണ്ടാകും? ഹാൻഡ്സ് ആൻഡ് ഫീറ്റിന് എഡിമ ഉണ്ടായിരിക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? അത് വന്നിട്ട് മോർ പ്രോക്സിമലി എഡിമ സ്പ്രെഡ് ചെയ്ത് വരും. ദെൻ അതിനെ ഫോളോ ചെയ്തിട്ട് തിക്കനിങ് ആൻഡ് ടൈറ്റനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടായിരിക്കും. സ്കിൻ വന്നിട്ട് തിക്കാകും, ടൈറ്റ് ആകും. ദെൻ എന്താകും? അത് കാരണം സ്കിൻ ലോസസ് ഇറ്റ്സ് നോർമൽ പ്ലയബിലിറ്റി. നോർമൽ ആയിട്ടുള്ള സ്കിന്നിന്റെ അപ്പിയറൻസ് ലോസ് ആയിട്ട് സ്കിൻ ബിക്കം ഹൈറ്റ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ ആയിട്ട് മാറും. അത് കാരണം അവിടെ എന്ത് പറ്റുന്ന വെച്ചാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന നോർമൽ അപ്പൻഡേജസ്, സ്കിന്നിന്റെ അപ്പൻഡേജസ് ഇല്ലേ, നമ്മുടെ ഗ്ലാൻസ്, സ്വെറ്റ് ഗ്ലാൻസ്, ഹെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോസ്റ്റ് ആയിരിക്കും ആ അഫക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ. ആൻഡ് അപ്പൻഡേജസ് ആർ ലോസ്റ്റ്. ഇനി ഫേസിൽ അഫെക്ഷൻസ് നോക്കുവാണെങ്കിൽ അതിനെ പറയുന്നതായിരിക്കും മൗസ് ഹെഡ് അപ്പിയറൻസ് എന്ന് പറയും. ദ അഫെക്ഷൻ ഓൺ ഫേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? മൗസ് ഹെഡ് അപ്പിയറൻസ്. എങ്ങനെയായിരിക്കും അവിടുത്തെ അപ്പിയറൻസ് ഉണ്ടായിരിക്കുന്നത്? മൈക്രോസ്റ്റോമിയ,
ബീക്കഡ് നോസ്, മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത് ഉണ്ടായിരിക്കും. സോ ഫേഷ്യൽ ഉള്ള അഫക്ഷൻസ് നോക്കുവാണെങ്കിൽ ഫേഷ്യൽ അഫക്ഷൻസ് നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? മൗസ് ഹെഡ് അപ്പിയറൻസ് എന്ന് പറയും. അവിടെ എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നത്? മൈക്രോസ്റ്റോമിയ, ബീക്ഡ് നോസ്, മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത് ഉണ്ടായിരിക്കും. സോ നമ്മള് ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ക്ലിനിക്കൽ ഇനീഷ്യൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് പേഷ്യൻസിൽ വേരി ചെയ്ത് വരാം. അതിനകത്ത് നമ്മൾ എവിടെയൊക്കെ അഫക്ഷൻ എന്നാ പറഞ്ഞത്? ക്യൂട്ടേനിയസ് സ്കിന്നിൽ അഫക്ഷൻ ഉണ്ടായിരിക്കും, വാസ്കുലേച്ചർ ആൻഡ് ഇന്റേണൽ ഓർഗൻ അഫക്ഷൻസ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. സോ ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആദ്യം എന്തായിരിക്കും ഉണ്ടാകുന്നത്? എഡിമ ഉണ്ടാകും. എവിടെ എഡിമ ഉണ്ടായിരിക്കും? ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിലായിരിക്കും ഇനീഷ്യലി എഡിമ ഉണ്ടാകുന്നത്. ദെൻ അവിടുന്ന് പ്രോക്സിമലി സ്പ്രെഡ് ചെയ്ത് വരാം. എഡിമയെ ഫോളോ ചെയ്ത് എന്തുണ്ടായിരിക്കും? തിക്കനിങ് ആൻഡ് ടൈറ്റനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടായിരിക്കും. സ്കിൻ തിക്കാകും, ടൈറ്റനിങ് ആകും. സോ അത് കാരണം എന്ത് പറ്റും? നോർമൽ ആയിട്ടുള്ള സ്കിന്നിന്റെ അപ്പിയറൻസ് ലോസ് ആയിട്ട് സ്കിൻ ബിക്കം ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ ആയിട്ട് മാറും. ആ സമയത്തേക്ക് എന്ത് പറ്റും? സ്കിന്നിന്റെ അപ്പൻഡേജസ് ഒക്കെ ലോസ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു ഫേസിലുള്ള അഫക്ഷൻ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും കാണുന്നത്? അപ്പിയറൻസ് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? മൗസ് ഹെഡ് അപ്പിയറൻസ് ആയിരിക്കും. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? അവിടെ എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ് ഉണ്ടാകുന്നത്? മൈക്രോസ്റ്റോമിയ, ബീക്കഡ് നോസ്, മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻ, ഡിഫിക്കൽട്ടി ഇൻ ഓപ്പണിംഗ് ദ മൗത്ത് ഉണ്ടായിരിക്കും. ദെൻ പിഗ്മെന്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കും. സ്കിന്നിൽ വന്നിട്ട് നമ്മളിപ്പോ സ്കിന്നിലെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എഡിമ ഉണ്ടാകുന്ന പറഞ്ഞു, ഹൈഡ് ബൗണ്ട് സ്കിൻ ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ ആകുന്ന കാര്യം പറഞ്ഞു. ദെൻ ഫേസിലുള്ള സ്കിന്നിലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? മൗസ് ഹെഡ് അപ്പിയറൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി സ്കിന്നിൽ വന്നിട്ട് പിഗ്മെന്റേഷൻ ചേഞ്ചസ് ഉണ്ടാവും. എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് നോക്കുവാണെങ്കിൽ പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഡെവലപ്പ് ഓവർ ദ എക്സ്ട്രിമിറ്റീസ് ആൻഡ് ആന്റീരിയർ ചെസ്റ്റ് വാൾ. ആന്റീരിയർ ചെസ്റ്റ് വാളിലും എക്സ്ട്രിമിറ്റീസിലും വന്നിട്ടായിരിക്കും പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടാകുന്നത്. അത് എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ടായിരിക്കും കാണുക. സോ പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കും ചെസ്റ്റിൽ, ആന്റീരിയർ ചെസ്റ്റ് വാളിലും എക്സ്ട്രിമിറ്റീസിലായിരിക്കും ഉണ്ടാകുന്നത്. എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. ആ കോമ്പിനേഷൻ ഓഫ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ പറയുന്നതായിരിക്കും സോൾട്ട് ആൻഡ് പെപ്പർ സ്കിൻ എന്ന് പറയും. ഓക്കെ, സോ അതായിരിക്കും പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സോൾട്ട് ആൻഡ് പെപ്പർ സ്കിൻ. അതേപോലെ തന്നെ ടെലങ്ജക്ടേഷ്യ ഓവർ ദ ഫിംഗേഴ്സ്, പാംസ്, ഫേസ്, ലിപ്സ് ആൻഡ് ടങ്ങിൽ ടെലങ്ജക്ടേഷ്യ ഉണ്ടായിരിക്കും. സോ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി എഡിമ ഉണ്ടായിരിക്കും, ഹാൻഡ്സ് ആൻഡ് ഫീറ്റിൽ എഡിമ ഉണ്ടായിരിക്കും, മോർ പ്രോക്സിമലി അത് സ്പ്രെഡ് ആകും. അതിനെ ഫോളോ ചെയ്ത് തിക്കനിങ് ആൻഡ് ടൈറ്റനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടായിരിക്കും. ആൻഡ് അത് കാരണം നോർമൽ പ്ലൈബിലിറ്റി ഓഫ് ദ സ്കിൻ ലോസ് ആകുകയും സ്കിൻ വന്നിട്ട് ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ ആയി മാറുകയും ചെയ്യുന്നു പറഞ്ഞു. ദെൻ സ്കിൻ അപ്പൻഡേജസ് ഒക്കെ ലോസ് ആകും എന്ന് പറഞ്ഞു. ഫേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? മൗസ് ഹെഡ് അപ്പിയറൻസ് എന്ന് പറയുമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? മൈക്രോസ്റ്റോമിയ, ബീക്കഡ് നോസ്, മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻ ആയിരിക്കും, ഡിഫിക്കൽട്ടി ഇൻ ഓപ്പണിംഗ് ദ മൗത്ത് ഉണ്ടായിരിക്കും. ദെൻ പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എവിടെയായിരിക്കും സ്ക്ലീറോഡെർമയിൽ പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്? ഓവർ എക്സ്ട്രിമിറ്റീസും ആന്റീരിയർ ചെസ്റ്റ് വാളിലും ആയിരിക്കും. എങ്ങനെയായിരിക്കും പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കുക? ഒന്നെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും. ആ കോമ്പിനേഷൻ ഓഫ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ പറയുന്നതായിരിക്കും സോൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ്. ദെൻ നമ്മൾ പറഞ്ഞില്ല സ്കിൻ എങ്ങനെ ടൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ടൈറ്റ് അട്രോഫിക് സ്കിന്നിൽ വന്നിട്ട് ദേ ആർ വൾനറബിൾ ടു ട്രോമ. പെട്ടെന്ന് തന്നെ ട്രോമ ഉണ്ടാകുകയും അവിടെ അൾസർ ഫോർമേഷൻ ഉണ്ടാകുകയും ചെയ്യായിരിക്കും. സോ ദ ടൈറ്റ് അട്രോഫിക് സ്കിൻ അത് വന്നിട്ട് പെട്ടെന്ന് തന്നെ ട്രോമയ്ക്ക് അത് വൾനറബിൾ ആയിരിക്കും. സോ അത് കാരണം എന്ത് പറ്റും? പെയിൻഫുൾ, നോൺ ഹീലിംഗ്, ക്രോണിക്, ഇൻടോളറന്റ് അൾസേഴ്സ് കോമൺ ആയിരിക്കും. എവിടെ? ഫിംഗേഴ്സിലെയും ടോയുടെയും ടിപ്പില്. സോ നമ്മൾ പറഞ്ഞു സ്കിന്നിൽ വന്നിട്ട് എങ്ങനെ ആയിരിക്കും? സ്കിൻ ടൈറ്റൻ ആവും, ഹാർഡൻ ആവും എന്ന് പറഞ്ഞില്ലേ? സോ അങ്ങനെ സ്കിൻ ടൈറ്റൻ ആകുന്ന കാരണം പെട്ടെന്ന് തന്നെ അവിടെ ട്രോമ വന്നിട്ട് അൾസേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ അൾസേഴ്സ് എങ്ങനെയായിരിക്കും? പെയിൻഫുൾ ആയിരിക്കും, നോൺ ഹീലിംഗ്, ക്രോണിക്, ഇൻടോളറന്റ് അൾസേഴ്സ് ആയിരിക്കും. എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? ഫിംഗേഴ്സ് ആൻഡ് ടോസിന്റെ ടിപ്സിലായിരിക്കും ഈ അൾസേഴ്സ് ഉണ്ടാകുന്നത്. ഇനി when the extremities are predominantly affected, ഇനി എക്സ്ട്രിമിറ്റീസ് ആണ് നമ്മുടെ ഈ സ്ക്ലീറോഡെർമയിൽ എക്സ്ട്രിമിറ്റീസ് ആണ് predominantly affected ആയിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പറയുന്നതായിരിക്കും അക്രോസ്ക്ലീറോസിസ് എന്ന്. when the scleroderma എക്സ്ട്രിമിറ്റീസ് predominantly affected ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ എന്തെന്ന് പറയും? those conditions are called as acrosclerosis എന്ന് പറയും. ഓക്കെ, ഇനി ഓവർ പാമർ ആസ്പെക്ട് ഓഫ് ടെർമിനൽ ഫാലഞ്ചസ്. ഇനി നമ്മുടെ ടെർമിനൽ ഫാലഞ്ചസിൽ ഏറ്റവും അവസാനത്തുള്ള ഫാലഞ്ചസിൽ വന്നിട്ട് സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടാകുകയും അത് വന്നിട്ട് അൾസറേറ്റ് ചെയ്ത് കാൽക്കേരിയസ് മെറ്റീരിയൽ അവിടുന്ന് ഊസ് ചെയ്യുകയും ചെയ്യും. സോ അനദർ ക്യൂട്ടേനിയസ് ഫീച്ചർ ആണ് എന്ത്? പാമാർ ആസ്പെക്റ്റില് നമ്മുടെ കൈയുടെ പാമാർ ആസ്പെക്റ്റില് ടെർമിനൽ ഏറ്റവും അവസാനത്തുള്ള ഫലാഞ്ചസിൽ എന്ത് സംഭവിക്കുന്നു?
സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടാകും. ഇനി ആ അങ്ങനെ ഉണ്ടായ കാൽസിഫിക്കേഷൻ ഉണ്ടായ ഇടത്തിൽ അൾസർ ഫോർമേഷൻ ഉണ്ടാകുകയും അവിടുന്ന് കാൽക്കേരിയസ് മെറ്റീരിയൽ വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന സെക്രീഷൻസ് വന്നിട്ട് കാൽക്കേരിയസ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ കണ്ടീഷനെ അഗ്രവേറ്റ് ചെയ്യുന്നത് ഇഷീമിയ വന്നിട്ട് ഈ കണ്ടീഷനെ അഗ്രവേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ പ്രോക്സിമൽ വാസോസ്പാസം ഉണ്ടാകുന്ന കാരണം നമ്മുടെ ഡിജിറ്റൽ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോക്സിമൽ വാസോസ്പാസം കാരണമായിരിക്കും റൈനോഡ്സ് ഫിനോമിനം ഉണ്ടാകുന്നത്. സോ നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മെയിലിനെക്കാളും ഫീമെയിൽസിലായിരിക്കും പ്രിഡോമിനന്റ് ആയിട്ട് ഉണ്ടാകുന്നത്. 1:4 റേഷ്യോയിലായിരിക്കും ഫീമെയിൽ എഫക്റ്റ് ആണത്. പിന്നെ നമ്മൾ പറഞ്ഞു 4th to 5th ഡെക്കേഡിലായിരിക്കും മെയിലി അഫക്ഷൻ ഉണ്ടാകുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻസീഡിയസ് ഇൻ ഓൺസെറ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ വേരി. ആ ഒരു ഇനീഷ്യൽ പ്രസന്റേഷൻ പേഷ്യന്റ് ടു പേഷ്യന്റ് വേരി ചെയ്ത് വരാം. ആൻഡ് അതിൽ വന്നിട്ട് ക്യൂട്ടേനിയസ് നമ്മൾ പറഞ്ഞു എവിടേക്ക് എഫക്ട് ചെയ്യുന്ന പറഞ്ഞു ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ സ്കിന്നിൽ അഫക്ഷൻ ഉണ്ടായിരിക്കും, ഇന്റേണൽ ഓർഗൻസിൽ അഫക്ഷൻ ഉണ്ടായിരിക്കും, വാസ്കുലേച്ചറിൽ അഫക്ഷൻ ഉണ്ടായിരിക്കും. സോ സ്കിന്നിലുള്ള അഫക്ഷൻ എന്തൊക്കെയായിരിക്കും? ആദ്യം വന്നിട്ടുണ്ടാകുന്നത് എഡിമ ആയിരിക്കും. എവിടെ എഡിമ ഉണ്ടായിരിക്കും? ഹാൻഡ്സ് ആൻഡ് ഫീറ്റിൽ എഡിമ ഉണ്ടാകും. എഡിമ പ്രോക്സിമലി സ്പ്രെഡ് ചെയ്ത് വരും. ദെൻ ഫോളോഡ് ബൈ എഡിമ എന്തായിരിക്കും? തിക്കനിങ് ആൻഡ് ടൈറ്റനിങ് ഓഫ് സ്കിൻ ഉണ്ടായിരിക്കും. അത് കാരണമായിരിക്കും നോർമൽ പ്ലയബിലിറ്റി ഓഫ് ദ സ്കിൻ ലോസ് ആകുകയും സ്കിൻ ബിക്കം ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ ആയിട്ട് മാറുകയും വിച്ച് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ക്ലീറോഡെർമ ആകും. ദെൻ ആ ഏരിയയിലുള്ള അപ്പൻഡേജസ് ലോസ് ആകുന്നു. ദെൻ ഫേസിലുള്ള അഫക്ഷൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ എന്തെന്നായിരിക്കും പറയുന്നത്? മൗസ് ഹെഡ് അപ്പിയറൻസ് ആയിരിക്കും. എന്തായിരിക്കും അവിടുത്തെ ഫീച്ചേഴ്സ്? അവിടെ നമുക്ക് മൈക്രോസ്റ്റോമിയ, വീക്കഡ് നോസ്, മാസ്ക് ലൈക്ക് അപ്പിയറൻസും അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ ഓപ്പണിംഗ് ദ മൗത്ത് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിഗ്മെന്റേറ്ററി ചേഞ്ചസ് എവിടെ കാണും? പിഗ്മെന്റേറ്ററി ചേഞ്ചസ് എക്സ്ട്രമെറ്റീസിലും ആന്റീരിയർ ചെസ്റ്റ് വാളിലും ആയിരിക്കും ഉണ്ടാകുന്നത്. എക്സ്ട്രമെറ്റീസിലും ആന്റീരിയർ ചെസ്റ്റ് വാളിലും ഉണ്ടാകുന്ന എന്ത് പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ആയിരിക്കും? ഒന്നുകിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും. ആ കോമ്പിനേഷൻ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? സോൾട്ട് ആൻഡ് പെപ്പർ സ്കിൻ എന്ന് പറയും. അതേപോലെ തന്നെ ടെലങ്ജക്ടേഷ്യസ് ഉണ്ടായിരിക്കും. എവിടെ? ഫിംഗറിൽ, പാംസ്, ഫേസ്, ലിപ്സ് ആൻഡ് ടങ്ങിൽ വന്നിട്ട് ടെലങ്ജക്ടേഷ്യ ഉണ്ടായിരിക്കും. ദെൻ ഈ ടൈറ്റ് അട്രോഫി, ഇനി അൾസേഴ്സിന്റെ കാര്യം പറയണം. സോ ടൈറ്റ് അട്രോഫിയുടെ സ്കിൻ കാരണം അൾസർ ഉണ്ടായിരിക്കും. എവിടെ? നമ്മുടെ ഫിംഗറിന്റെയും ടോയുടെയും ടിപ്പിൽ. എങ്ങനത്തെ അൾസർ ആയിരിക്കും? പെയിൻഫുൾ, നോൺ ഹീലിംഗ്, ഇൻടോളന്റ്, ക്രോണിക് അൾസേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? നമ്മുടെ പാമാർ സർഫസിൽ, ടെർമിനൽ ഫെലാഞ്ചസിൽ വന്നിട്ട് കാൽക്കേരിയസ് സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടാകുകയും അവിടെ നിന്ന് വന്നിട്ട് അൾസറേഷൻ ഉണ്ടാകുകയും ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു ഒന്ന് നമ്മുടെ ടിപ്പ് ടോസിന്റെയും ഫിംഗർ ടിപ്പിന്റെയും അൾസർ ഉണ്ടാകാം. അതേപോലെ പാമാർ ആസ്പെക്ട് ഓഫ് ദ ടെർമിനൽ ഫെലാഞ്ചസിലും സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടായിട്ട് അവിടെയും അൾസർ ഫോർമേഷൻ ഉണ്ടാകാം. അവിടെ നിന്നുള്ള അൾസർ ഫോർമേഷൻ, അങ്ങനെ ഒരു സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ള അൾസർ ഫോർമേഷൻ ആണെങ്കിൽ അവിടെ നിന്നുള്ള എക്സ്റ്റുഡേറ്റിനകത്ത് എന്ത് കാണാൻ പറ്റും? കാൽക്കേരിയസ് സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്ട്രിമിറ്റീസിൽ പ്രിഡോമിനേറ്റ്ലി ഈ സ്ക്ലീറോഡെർമ വന്നിട്ട് എക്സ്ട്രിമിറ്റീസിൽ മാത്രമാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ആക്രോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് പറഞ്ഞു അല്ലെ. ദെൻ ഇത്ര ആയിരിക്കും നമ്മുടെ എന്ത് ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷനിൽ മെയിൻലി പറയാനുള്ളത്. ദെൻ GIT എന്തൊക്കെ അഫക്ഷൻ ഉണ്ടാകും നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ GIT 3 പറയാം. ഈസോഫാഗസിൽ, സ്റ്റൊമക്കിൽ, ഇൻഡസ്റ്റൈനിൽ. സോ ഈസോഫാഗസിൽ മെയിൻലി നോക്കുവാണെങ്കിൽ ലോവർ 1/3 അഫക്ഷൻ ഉണ്ടാകുന്നത്. എന്തായിരിക്കും അവിടെ? ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസീസ്, ബാരറ്റ് ഈസോഫാഗസും അഡിനോകാർസിനോമ. ഇതായിരിക്കും മെയിൻലി സ്ക്ലീറോഡെർമ കാരണം ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് കാരണം നമ്മുടെ ഈസോഫാഗസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് GRD, ബാരറ്റ് ഈസോഫാഗസ് ആൻഡ് അഡിനോകാർസിനോമയിലൊക്കെ. ദെൻ സ്റ്റൊമക്ക് നോക്കുവാണെങ്കിൽ അവിടെ അപ്പിയറൻസ് ആയിരിക്കും വാട്ടർമെലൺ സ്റ്റൊമക്ക് നമ്മൾ പറയും. സ്ക്ലീറോഡെർമയിൽ ഉണ്ടാകുന്നതായിരിക്കും വാട്ടർമെലൺ സ്റ്റൊമക്ക്. അപ്പർ GI ബ്ലീഡിങ്ങിന് കാരണമാകും ഇൻ സ്ക്ലീറോഡെർമ ഇൻ സ്റ്റൊമക്കില്. ദെൻ ഇൻഡസ്റ്റൈനിൽ നോക്കുവാണെങ്കിൽ ഇൻഡസ്റ്റൈനകത്ത് ഫൈബ്രോസിസ്, ഹൈപ്പോമോട്ടിലിറ്റി, സ്യൂഡോ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ന്യൂമോട്ടോസിസ് ഇൻഡസ്റ്റൈനാലിസ്. നമ്മുടെ ഇൻഡസ്റ്റൈനൽ വാളിൽ ഉണ്ടാകുന്ന ഫൈബ്രോസിസ് ആയിരിക്കും അങ്ങനെ പറയുന്നത്. ന്യൂമോട്ടോസിസ് ഇൻഡസ്റ്റൈനാലിസ് എന്ന് പറയുന്നത്. സോ GIT നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ വിസറൽ ഓർഗൻസിൽ വന്നിട്ട് അഫക്ഷൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ വിസറൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന അഫക്ഷൻ ഫസ്റ്റ് നമ്മൾ GIT നോക്കുവാണ്. GIT ഈസോഫാഗസിലാണെങ്കിൽ ലോവർ 1/3 അഫക്ഷൻ ഉണ്ടാകുക. ലോവർ 1/3 എന്ത്? GRDയും ബാരറ്റ് ഈസോഫാഗസും അഡിനോകാർസിനോമയൊക്കെ ഉണ്ടാകാം. സ്റ്റൊമക്കിൽ നോക്കുവാണെങ്കിൽ സ്റ്റൊമക്കിനകത്ത് വാട്ടർമെലൺ സ്റ്റൊമക്ക് സ്ക്ലീറോഡെർമയുടെ ഫീച്ചർ ആയിരിക്കും. അപ്പർ GI ബ്ലീഡിങ്സ് ഉണ്ടാകും. ഇൻഡസ്റ്റൈൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഫൈബ്രോസിസ് വിൽ ബി ടേക്കൻ പ്ലേസ്. ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത് സ്ക്ലീറോഡെർമയിൽ. സോ ഫൈബ്രോസിസ് ഇൻഡസ്റ്റൈനിൽ വന്നിട്ട് ഫൈബ്രോസിസ് ഉണ്ടാകാം. മോട്ടിലിറ്റി കുറയുക, ഹൈപ്പോമോട്ടിലിറ്റി ഉണ്ടാകാം. സ്യൂഡോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം. അതേപോലെ തന്നെ ന്യൂമോട്ടോസിസ് ഇൻഡസ്റ്റൈനാലിസ് എന്ന് പറയാം. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വാൾ ഉണ്ടാകുന്ന ഫൈബ്രോസിസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണത് ന്യൂമോട്ടോസിസ് ഇൻഡസ്റ്റൈനാലിസ് എന്ന് പറയുന്നത്. ഇത്രയായിരിക്കും നമുക്ക് GIT ഉണ്ടാകുന്ന ഫീച്ചേഴ്സ്.
ദെൻ മസ്കുലർ സ്കെലറ്റൽ നോക്കുവാണെങ്കിൽ മസ്കുലർ സ്കെലറ്റലിനകത്ത് മൊബിലിറ്റി വന്നിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നമ്മൾ പറയുമല്ലോ എല്ലാവരും എന്താ ഉണ്ടാകുന്നത്, ഫൈബ്രോസിസ് അല്ലെങ്കിൽ ഡീജനറേഷൻ. സോ ഫൈബ്രോസിസ് ഉണ്ടാകുന്ന കാരണം മൊബിലിറ്റി വന്നിട്ട് റെഡ്യൂസ്ഡ് ആയിരിക്കും. മൊബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ഫൈബ്രോസിസ് ഓഫ് ദ സോഫ്റ്റ് ടിഷ്യൂ. സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ഉണ്ടാകും. റിസോപ്ഷൻ ഓഫ് ദ ബോൺ, അതായത് ബോണിൽ നിന്ന് കാൽഷ്യം ഒക്കെ റിസോപ്ഷൻ ഉണ്ടായിരിക്കും. സീനറ്റ് എവിടെയായിരിക്കും, മെയിൻലി ടെർമിനൽ ഫാലഞ്ചസിലായിരിക്കും. റിബ്സ്, ക്ലാവിക്കിൾ ആൻഡ് ആംഗിൾ ഓഫ് ദ മാൻഡിബിൾ ആയിരിക്കും ഇൻവോൾവ് ആയിട്ട്, ക്യാൻ ഓൾസോ ബി ഇൻവോൾവ്. ടെർമിനൽ ഫാലങ്സ് പോലെ തന്നെ റിബ്സ്, മാൻഡിബിൾ ആൻഡ് ആംഗിൾ ഓഫ് ക്ലാവിക്കിൾ ആൻഡ് ആംഗിൾ ഓഫ് ദ മാൻഡിബിളും ഇൻവോൾവ് ആകാം. സോ നമ്മൾ ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോ ഓർഗനലായിട്ടുള്ള അഫക്ഷൻസ് പറയായിരുന്നു. ഫസ്റ്റ് നമ്മൾ GIT പറഞ്ഞു. GIT ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു. ദെൻ ഓൺ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം നോക്കുവാണെങ്കിൽ അവിടെ മൊബിലിറ്റി വന്നിട്ട് റെസ്ട്രിക്ട് ആവുമെന്ന് പറഞ്ഞു. കാര്യം എന്തായിരിക്കും, നമ്മൾ പതോളജി പറഞ്ഞപ്പോഴേ പറഞ്ഞത് ആദ്യം ഉണ്ടാകുന്ന എന്തായിരിക്കും, ഫൈബ്രോസിസ് ആയിരിക്കും അല്ലെ. സോ ഫൈബ്രോസിസ് കാരണം മൊബിലിറ്റി വന്നിട്ട് റെസ്ട്രിക്ട്, സോഫ്റ്റ് ടിഷ്യൂ ഫൈബ്രോസിസ് കാരണം മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ദെൻ സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ആയിരിക്കും സ്ക്ലീറോഡെർമയിൽ ഉണ്ടാകുന്നത്. റിസോപ്ഷൻ ഓഫ് ബോൺ ഉണ്ടായിരിക്കും. എവിടെയായിരിക്കും ഉണ്ടാകുന്നത്, ടെർമിനൽ ഫലാഞ്ചസിലായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഏതൊക്കെ ബോണിൽ അഫെക്ഷൻ ഉണ്ടാകാം, റിബില്, ക്ലാവിക്കിളില്, അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ദ മാൻഡിബിളിലും അഫെക്ഷൻ ഉണ്ടായിരിക്കും. അതായിരിക്കും മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അഫെക്ഷൻ. ദെൻ ലങ്സിൽ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, റിസൾട്ട്സ് ഇൻ പ്രോഗ്രസീവ് ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ആൻഡ് ആൽവിയോളർ കാപ്പിലറി ബോക്സ് സിൻഡ്രോം. സോ മെയിനായിരിക്കും ഉണ്ടാകുന്നത് ഇൻഡസ്ട്രീഷ്യൽ, വീണ്ടും ഫൈബ്രോസിസ് തന്നെ പറയുന്നു, പ്രോഗ്രസീവ് ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസും ആൽവിയോളോ കാപ്പിലറി ബ്ലോക്ക് സിൻഡ്രോം ഉണ്ടാകാം. ഇത് കാരണം സെക്കൻഡറി പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും ആൻഡ് കോർ പൾമിനറിയിലും ഉണ്ടായിരിക്കും. ഇത് കാരണം എന്ത് സംഭവിക്കാം, സെക്കൻഡറി പൾമിനറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് കോർ പൾമിനറിൽ വന്നിട്ട് ലോങ് സ്റ്റാൻഡിങ് കേസസിൽ ഡെവലപ്പ് ചെയ്ത് വരാം. അതേപോലെ തന്നെ സിസ്റ്റിക് ചേഞ്ചസ് ഒക്കേഷണലി കാണാറുണ്ട് ലങ്സിൽ. സോ ലങ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ലങ്സിൽ വന്നിട്ട് പ്രോഗ്രസീവ് ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസും ആൽവിയോളോ കാപ്പിലറി ബ്ലോക്ക് സിൻഡ്രോം ഉണ്ടായിരിക്കും. അത് കാരണം അതങ്ങനെ ലോങ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, pulmonary, secondary pulmonary hypertension and core pulmonary will develop in the long standing cases. Then kidney നോക്കുവാണെങ്കിൽ കിഡ്നിയിൽ ഒരു നമ്മുടെ സ്ക്ലീറോട്ടിക് ചേഞ്ചസ് കിഡ്നിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും റീനൽ ഫെയിലിയറും ആയിരിക്കും. സ്ക്ലീറോട്ടിക് ചേഞ്ചസിന്റെ കിഡ്നി എന്തായിരിക്കും, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിരിക്കും. ഇനി സ്ക്ലീറോഡെർമ റീനൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വെച്ചാൽ ഒരു ആക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ഒരു കോസ് ഓഫ് ദ ഡിസീസ്, ഈ ഡിസീസിന്റെ ഒരു കോസിൽ വന്നിട്ട് റാപ്പിഡ് ഡെവലപ്മെന്റ് ഓഫ് മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഒളിഗോറിക് റീനൽ ഫെയിലിയർ തന്നെയായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, സ്ക്ലീറോഡെർമ റീനൽ ക്രൈസിസ്. സോ എനിവേ സ്ക്ലീറോഡെർമയിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻ കിഡ്നി നോക്കുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, റീനൽ ഫെയിലിയർ ഉണ്ടാക്കും. സോ ഇൻ സ്ക്ലീറോഡെർമ റീനൽ ക്രൈസിസിനകത്ത് എന്തായിരിക്കും, റാപ്പിഡ് ഡെവലപ്മെന്റ് ഓഫ് മാലിഗ്നന്റ്, ഒരു എക്സസ് ആയിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, മാലിഗ്നന്റ് ലെവലിലേക്കുള്ള മാലിഗ്നന്റ് hypertension ഉണ്ടാകുകയും ഒളിഗോറിക് റീനൽ ഫെയിലിയർ, സ്ക്ലീറോഡെർമ റാപ്പിഡ് ഡെവലപ്മെന്റ് ഓഫ് മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ ആൻഡ് ഒളിഗോറിക് റീനൽ ഫെയിലിയർ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ സിസ്റ്റമിക് സ്ക്ലീറോസിസ്. അതിനായിരിക്കും നമ്മൾ സ്ക്ലീറോഡെർമ റീനൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ എന്തായിരിക്കും, പെരിഫറൽ ന്യൂറോപ്പതി ആയിരിക്കും അഫെക്ഷൻ ഉണ്ടാകുന്നത്. സോ നമ്മൾ എന്ത് പറഞ്ഞു, ഫീച്ചേഴ്സിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വേരി ചെയ്ത് വരാം. മെയിൻലി ഫീമെയിലിന് ആയിരിക്കും കൂടുതൽ ചാൻസസ് ഉണ്ടാകുന്നത്, ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ക്യൂട്ടേനിയസിനകത്താണെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എഡിമയുടെ കാര്യം പറഞ്ഞു. ഹാൻഡ്സ് ആൻഡ് ഫീറ്റിൽ എഡിമ സ്റ്റാർട്ട് ചെയ്ത് പ്രോക്സിമലി സ്പ്രെഡ് ചെയ്ത് വരും. ദെൻ ടൈറ്റനിങ് ആൻഡ് തിക്കനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടായിരിക്കും. സ്കിൻ നോർമൽ പ്ലയബിലിറ്റി ലോസ് ആയിട്ട് സ്കിൻ തിക്ക് ആൻഡ് ഹാർഡൻ ആയിട്ട് മാറും. നോൺ പിഞ്ചബിൾ ആൻഡ് നോൺ ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പൻഡിജസ് ലോസ് ആവും എന്ന് പറഞ്ഞു. പിന്നെ ഫേസിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കും, മൗസ് ഹെഡ് അപ്പിയറൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ ഹൈപ്പോ പിഗ്മെന്റേറ്ററി ചേഞ്ചസ് എക്സ്ട്രിമിറ്റീസിലും ആന്റിരിയർ ചെസ്റ്റ് വാളിലും പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ എന്ത് അപ്പിയറൻസ് ആയിരിക്കും പറയുന്നത്, സോൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ് എന്ന് പറഞ്ഞു. ടെലങ്ചെക്ടേഷ്യ ഉണ്ടാകാം. ദെൻ അൾസർ ഫോർമേഷൻ പറഞ്ഞു, എവിടെയൊക്കെ അൾസർ ഫോർമേഷൻ ഉണ്ടായിരിക്കാം, ഫിംഗേഴ്സ് ആൻഡ് ടോസ് ടിപ്പിൽ ഉണ്ടാകാം. അതേപോലെ തന്നെ നമ്മുടെ പാമാർ ആസ്പെക്ട് ഓഫ് ദ ടെർമിനൽ ഫലാഞ്ചസിൽ സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടാകുകയും അവിടെ അൾസർ ഫോർമേഷൻ ഉണ്ടാകുകയും ചെയ്യാന്ന് പറഞ്ഞു. എക്സ്ട്രിമിറ്റീസിൽ പ്രോമിനന്റ് ആയിട്ട് എഫക്ഷൻ ഉണ്ടാകുന്ന സ്ക്ലീറോഡെർമയെ നമ്മൾ എന്ത് പറയും, ആക്രോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് പറഞ്ഞു. ദെൻ പ്രോക്സിമൽ വാസോ സ്പാസ ഓഫ് ദ ഡിജിറ്റൽ വെസൽസ് ആയിരിക്കും എന്തിന് കാരണമാകുന്നത്, റൈനോഡ്സ് ഫിനോമിന ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്. ദെൻ GIT നമ്മൾ വിസറൽ ഓർഗൻസിലേക്ക് നോക്കുവാണെങ്കിൽ GIT എന്തായിരിക്കും എഫക്ഷൻ, ഈസോഫാഗസിലും സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഈസോഫാഗസ് ആണെങ്കിൽ ലോവർ 1/3 ആയിരിക്കും എഫക്ഷൻ ഉണ്ടാകുന്നത്. സ്റ്റൊമക്കിലാണെങ്കിൽ അപ്പർ GI ബ്ലീഡിങ്ങിന് കാരണമാകും. ഇൻഡസ്ട്രിയിലാണെങ്കിൽ അതേപോലെ സ്റ്റൊമക്കിൽ കാണുന്നതായിരിക്കും നമ്മൾ പറഞ്ഞു വാട്ടർമെലൺ സ്റ്റൊമക്ക്. ഇൻഡസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ മെയിൻലി ഫൈബ്രോസിസ്,
ഹൈപ്പോമോട്ടിലിറ്റി, സ്യൂഡോ ഒബ്സ്ട്രക്ഷൻ, ഇതൊക്കെ ആയിരിക്കും മെയിൻലി ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ദെൻ മസ്കുലോസ്കെലറ്റൽ ആണെങ്കിൽ അവിടെയും ഫൈബ്രോസിസ് കാരണം, സോഫ്റ്റ് ടിഷ്യൂന്റെ ഫൈബ്രോസിസ് കാരണം മൊബിലിറ്റിയിൽ വന്നിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ആയിരിക്കും. റിസോപ്ഷൻ ഓഫ് ബോൺ ഉണ്ടായിരിക്കും. മെയിൻലി എവിടെ നിന്നായിരിക്കും റിസപ്ഷൻ ഓഫ് ബോൺ? ഫ്രം ദ ടെർമിനൽ ഫാലൻസിൽ നിന്നായിരിക്കും. വേറെ ഏതൊക്കെ ബോണിൽ അഫക്ഷൻ ഉണ്ടായിരിക്കും? റിബ്സ്, ക്ലാവിക്കിൾ, അതുപോലെ തന്നെ ടിപ്പ് ഓഫ് ദ മാൻഡിബിൾ, ആംഗിൾ ഓഫ് ദ മാൻഡിബിളിൽ നിന്ന് ഉണ്ടാകാം. ദെൻ നമ്മൾ ലങ്സിൽ പറഞ്ഞു എന്തായിരിക്കും? അവിടെ ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസും ആൽവിയോളർ കാപ്പിലറി ബ്ലോക്ക് സിൻഡ്രോം ആയിരിക്കും. അവിടെ അത് കാരണം ലോങ് സ്റ്റാൻഡിങ് കേസസിൽ എന്ത് വരും? സെക്കൻഡറി പൾമിനറി ഹൈപ്പർ ടെൻഷനും കോർ പൾമിനറിയിലും ഡെവലപ്പ് ചെയ്യാം. സിസ്റ്റിക് ചേഞ്ചസ് വന്നിട്ട് ഒക്കേഷണലി കാണാറുണ്ട്. കിഡ്നിക്കകത്താണെങ്കിൽ മെയിൻലി സ്ക്ലീറോഡെർമ ചേഞ്ചസ് എന്തായിരിക്കും? ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിരിക്കും. ദെൻ നെർവസ് സിസ്റ്റത്തിനാണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകും. ദെൻ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിൻലി ഇതിനെ നമുക്ക് ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ്. സോ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ലിമിറ്റഡ് ടു ദ ക്യൂട്ടേനിയസ്ലി മാത്രം, സ്കിന്നിൽ മാത്രം ഉള്ള സ്ക്ലീറോഡെർമിനായിരിക്കും നമ്മൾ ലിമിറ്റഡ് എന്ന് പറയുന്നത്. വൈൽ ഡിഫ്യൂസ് എന്ന് പറഞ്ഞാല് ലിമിറ്റഡ് ക്യൂട്ടേനിയസിൽ മാത്രം ആയിരിക്കില്ല, ഇന്റേണൽ ഓർഗൻസിലും സിസ്റ്റമിക് അഫക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫ്യൂസ് എന്ന് പറയും. സോ നമുക്ക് ഇതിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ലിമിറ്റഡ്, സോ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ക്യൂട്ടേനിയസ് മാനിഫെസ്റ്റേഷൻ ഓൺലി. ഇൻ ഡിഫ്യൂസിലാണെങ്കിൽ ഇത് സ്കിന്നിൽ മാത്രമല്ല സിസ്റ്റമിക് അഫക്ഷനും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷനകത്ത് ഫസ്റ്റ് ഈസ് ലോക്കലൈസ്ഡ് സ്ക്ലീറോഡെർമ, ലീനിയർ സ്ക്ലീറോഡെർമ, disseminated scleroderma, CREST syndrome and progressive systemic sclerosis എന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് ഈസ് ലോക്കലൈസ്ഡ് സ്ക്ലീറോഡെർമ. ലോക്കലൈസ്ഡ് സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ഈ ലീഷൻ വന്നിട്ട് ഒരു ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് സ്കിന്നിലേക്ക് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ദ ലീഷൻ റെസ്ട്രിക്റ്റഡ് ടു എ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് സ്കിൻ, അതായിരിക്കും ലോക്കലൈസ്ഡ് സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞാൽ. ഇനി ലീനിയർ സ്ക്ലീറോഡെർമ, അത് നെയിം ഇറ്റ്സെൽഫ് പറയുന്നത് അല്ലേ, ലീനിയർ. സോ സ്കിൻ ഇൻവോൾവ്മെന്റ് എങ്ങനെ ആയിരിക്കും? സ്കിൻ ഇൻവോൾവ്മെന്റും ലീനിയർ ആയിരിക്കും. ആ അണ്ടർലൈൻ ടിഷ്യൂവിന്റെ പക്ഷെ അട്രോഫി ഉണ്ടായിരിക്കും ആ പർട്ടിക്കുലർ ഏരിയയിൽ. ഒരു സ്കിൻ ഇൻവോൾവ്മെന്റ് ലീനിയർ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. അണ്ടർലൈൻ ടിഷ്യൂല് വന്നിട്ട് അട്രോഫി, ലീഡ്സ് ടു അട്രോഫി ഓഫ് ദ അണ്ടർലൈൻ ടിഷ്യൂസ് ഉണ്ടായിരിക്കും എവിടെ? ലീനിയർ സ്ക്ലീറോഡെർമയില്. തേർഡ് വൺ ഈസ് ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡെർമ. അപ്പൊ ഡിസെമിനേറ്റ് ആണ്, അതായത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? മൾട്ടിപ്പിൾ സ്കിൻ ലീഷൻസ് ആയിരിക്കും. പക്ഷെ സിസ്റ്റമിക് അഫക്ഷൻ വന്നിട്ട് ആബ്സെന്റോ അല്ലെങ്കിൽ മിനിമലോ ആയിരിക്കും എവിടെ? ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡെർമ. സോ ഫസ്റ്റ് ഈസ് ലോക്കലൈസ്ഡ് സ്ക്ലീറോഡെർമ. സോ ലോക്കലൈസ്ഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് സ്കിന്നിൽ മാത്രമേ ലീഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. സെക്കൻഡ് ഈസ് ലീനിയർ സ്ക്ലീറോഡെർമ. സോ നമ്മുടെ എറപ്ഷൻസ് അല്ലെങ്കിൽ അഫക്ഷൻസ് എങ്ങനെയായിരിക്കും? ലീനിയർ പാറ്റേണിലായിരിക്കും സ്കിൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. അണ്ടർലൈൻ സ്കിന്നിൽ വന്നിട്ട് അട്രോഫിക് ചേഞ്ചസും കാണാൻ പറ്റും. ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡെർമ, സോ ഡിസെമിനേഷൻ ഉണ്ടായി കഴിഞ്ഞു. സോ മൾട്ടിപ്പിൾ സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ഏരിയയിൽ വന്നിട്ട് ഈ സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും. പക്ഷേങ്കിൽ അവിടെ വന്നിട്ട് സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് വന്നിട്ട് ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വന്നിട്ട് ആബ്സെന്റ് ആയിരിക്കും. ദെൻ ക്രെസ് സിൻഡ്രോം. സോ ക്രെസ് സിൻഡ്രോം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്രെസ് സിൻഡ്രോം, ഈ ഓരോ വേർഡ് ഓരോന്നിനായിരിക്കും, ഓരോ ലെറ്റർ ഓരോ കണ്ടീഷൻ ആയിരിക്കും. സോ C ഫോർ കാൽസിഫിക്കേഷൻ ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, R ഫോർ റെയ്നോൾഡ്സ് ഫിനോമിന, E ഫോർ ഈസോഫാജൽ ഹൈപ്പോമോട്ടിലിറ്റി, S ഫോർ സ്ക്ലീറോഡക്ടൈലി ആൻഡ് T ഫോർ ടെലങ്ജക്ടേഷ്യ. സോ ഇതായിരിക്കും ക്രെസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. സോ ക്രെസ് സിൻഡ്രോം C ഫോർ കാൽസിഫിക്കേഷൻ ഓഫ് subcutaneous tissue, Raynaud's phenomena, esophageal hypermotility, sclerodactyly and telangiectasia. ഇതായിരിക്കും ക്രെസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ദെൻ ദ ലാസ്റ്റ് സ്റ്റേജ് ക്ലാസിഫിക്കേഷൻ അത് വരുന്നതായിരിക്കും പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് പറയാൻ പറ്റും പ്രോഗ്രസീവ് ആയി കഴിഞ്ഞു, സിസ്റ്റമിക് അഫക്ഷൻ ഉണ്ടായി കഴിഞ്ഞു അല്ലെ. സോ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, പ്രോഗ്രസീവ് ഇൻവോൾവ്മെന്റ് ഓഫ് സ്കിൻ ആൻഡ് അതർ ഇന്റേണൽ ഓർഗൻ, അവിടെ വന്നിട്ട് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് കൂടുതലായിരിക്കും. സോ കമ്പയർ ടു അതർ വേസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു, ജനറലി നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്യാം? ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ്. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റഡ് ടു ദ ക്യൂട്ടേനിയസ് സ്കിന്നിലേക്ക് മാത്രം ലിമിറ്റഡ് ആയിരിക്കും. വൈൽ ഡിഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റമിക് അഫക്ഷൻസും ഉണ്ടായിരിക്കും. സോ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു ലോക്കലൈസ്ഡ് സ്ക്ലീറോഡെർമ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ലോക്കലൈസ്ഡ് ആയിരിക്കും. ലീനിയർ സ്ക്ലീറോഡെർമ സ്കിൻ ഇൻവോൾവ്മെന്റ് ലീനിയർ പാറ്റേണിലായിരിക്കും. അണ്ടർലൈൻ ടിഷ്യൂസിന് വന്നിട്ട് അട്രോഫിക് ചേഞ്ചസ് ഉണ്ടായിരിക്കാം. ദെൻ ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡെർമ, ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പ്രെഡ് ആയി. സോ മൾട്ടിപ്പിൾ ഏരിയയിൽ സ്കിൻ അഫക്ഷൻസ് ഉണ്ടായിരിക്കും. സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് വന്നിട്ട് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൽ ആയിരിക്കാം. Then comes the CREST syndrome, C for calcification of subcutaneous tissue, R for Raynaud's phenomena, E for esophageal hypomobility, S for sclerodactyly and T for telangiectasia. അതായിരിക്കും CREST syndrome. Then comes the progressive systemic sclerosis. So progressive systemic sclerosis എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ സ്കിൻ അഫക്ഷൻ മാത്രമായിരിക്കത്തില്ല, സിസ്റ്റമിക് അഫക്ഷൻസും ഉണ്ടായിരിക്കും. സിസ്റ്റംസ് ഇൻവോൾവ് ആയി കഴിഞ്ഞു. സോ
കമ്പയർഡ് ടു ദ അതർ ക്ലാസിഫിക്കേഷൻ ഇവിടെ വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ദെൻ ഡയഗ്നോസിസ്, നമുക്ക് എങ്ങനെ നമുക്ക് സ്ക്ലിറോഡെർമ ഡയഗ്നോസിസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മെയിൻലി ക്ലിനിക്കൽ ആയിരിക്കും. എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫീച്ചർ ഇല്ലേ, ഹൈഡ് ബൗണ്ട് സ്കിൻ ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ, ഹെയർ ഒക്കെ അപ്പൻഡേജസ് ഒക്കെ ലോസ് ആകുന്നു. സോ അതായിരിക്കും അതിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ തന്നെ മെയിൻലി ക്ലിനിക്കൽ ആയിരിക്കും. പ്രസൻസ് ഓഫ് ദിസ് ഹൈഡ് ബൗണ്ട് നോൺ പിഞ്ചബിൾ സ്കിൻ, ആബ്സെൻസ് ഓഫ് ഹെയർ ഫോളിക്കിൾസ്, അതൊക്കെ ഒരു ക്ലിനിക്കൽ വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും. ദെൻ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ മെയിൻലി ചെയ്യുന്നത് ബാക്കിയുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. സ്കിൻ ബയോപ്സി ടു കൺഫേം ആയിരിക്കും. ആൻഡ് ESR മോഡറേറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. ആക്റ്റീവ് ഫേസിനകത്ത് IgG വന്നിട്ട് എലിവേറ്റഡ് ആയിരിക്കാം. ദെൻ RA ഫാക്ടർ വന്നിട്ട് ഇവിടെ 20 to 25% പേഷ്യൻസിൽ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. ആന്റി ന്യൂക്ലിയർ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം. ANA 70% ഓഫ് കേസസിൽ പോസിറ്റീവ് ആയിരിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിമിറ്റഡ് ആൻഡ് ഡിഫ്യൂസ്ഡ് കണ്ടീഷൻ. സോ അതിന് വന്നിട്ട് രണ്ട് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ആന്റീരോ പോയിസോ മെർസൽ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് ഫോർ ഡിഫ്യൂസ് സ്ക്ലിറോഡെർമയും ആന്റി സെൻഡ്രോമിയർ എന്ന് പറഞ്ഞത് സ്പെസിഫിക് ഫോർ ലിമിറ്റഡ് സ്ക്ലിറോഡെർമയ്ക്കും ആയിരിക്കും. ആന്റീരോ പോയിസോ മെർസൽ എന്ന് പറഞ്ഞത് സ്പെസിഫിക് ഫോർ ദ ലിമിറ്റഡ് സ്ക്ലിറോഡെർമ ആൻഡ് ആന്റി സെൻഡ്രോമിയർ എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് സ്ക്ലിറോഡെർമയ്ക്ക് സ്പെസിഫിക് ആയിരിക്കും. സോ ഇത്ര ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡയഗ്നോസിസ് പറഞ്ഞു. മോസ്റ്റ്ലി ഡയഗ്നോസിസ് എങ്ങനെ ആയിരിക്കും, ക്ലിനിക്കൽ ആയിരിക്കും. ക്ലിനിക്കൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, സിംറ്റമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും ആ ഹൈഡ് ബോൺ സ്കിന്നും തിക്കനിങ് ഓഫ് ദ സ്കിൻ, ഹെയർ ഒക്കെ ആബ്സെന്റ് ആയിരിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആയിരിക്കും. സോ മെയിൻലി ക്ലിനിക്കൽ. ലാബ് ഇൻവെസ്റ്റിഗേഷൻ മെയിൻലി വന്നിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോപ്സി പറയാം, സ്കിൻ ബയോപ്സി ടു കൺഫേം. ESR വന്നിട്ട് മോഡറേറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. ആക്റ്റീവ് ഫേസ് ഓഫ് ദ ഡിസീസിൽ IgG വന്നിട്ട് ഇൻക്രീസ്ഡ് ആയിരിക്കും. ദെൻ നമ്മള് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ RA ഫാക്ടർ വന്നിട്ട് പോസിറ്റീവ് 20 to 25% RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. ആന്റി ന്യൂക്ലിയർ ഫാക്ടർ കാണും. എത്ര 40% ഓഫ് പീപ്പിളിൽ ANF ആന്റി ന്യൂക്ലിയർ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. 70% ഓഫ് കേസസിനകത്ത് ANA പോസിറ്റീവ് ആയിരിക്കും. ദെൻ സ്പെസിഫിക് ഫോർ ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ് സ്ക്ലിറോഡെർമ ഏതൊക്കെയായിരിക്കും, ആന്റീരിയോ പോയിസോ മെർസൽ ആണെങ്കിൽ സ്പെസിഫിക് ഫോർ ഡിഫ്യൂസ് സ്ക്ലിറോഡെർമയും ആന്റി സെൻഡ്രോമിയർ ആണെങ്കിൽ ലിമിറ്റഡ് സ്ക്ലിറോഡെർമയ്ക്കും സ്പെസിഫിക് എന്ന് പറയുന്നതായിരിക്കും. സോ അതായിരിക്കും സ്ക്ലിറോഡെർമ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു. സ്ക്ലിറോഡെർമ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇറ്റ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയിരിക്കും സ്ക്ലിറോഡെർമ. അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കും, ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ. എവിടെയൊക്കെ ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിരിക്കും, സ്കിന്നിനകത്ത്, ഇന്റേണൽ ഓർഗൻസിനകത്തും വാസ്കുലേച്ചറിനകത്തും ഫൈബ്രോസിസ് ആൻഡ് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ക്ലിറോഡെർമയുടെ ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ ആയിരിക്കും. അത് അത്രയ്ക്ക് സ്കിൻ വന്നിട്ട് അത്രയ്ക്ക് ഹാർഡ് ആൻഡ് തിക്കൻ ആകുന്ന കാരണം നോൺ പിഞ്ചബിൾ ഹൈഡ് ബൗണ്ട് സ്കിൻ ആയിരിക്കും. ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ക്ലിറോഡെർമ ആയിരിക്കും. നമ്മൾ അതിന്റെ പതോളജി പറഞ്ഞു. മെയിൻലി എന്തായിരിക്കും, എക്സസീവ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്പോസിഷൻ, വാസ്കുലാർ ഡാമേജ് ആൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആയിരിക്കും അതിന്റെ ഒരു കാർഡിനൽ ഫീച്ചർ അല്ലെങ്കിൽ കാർഡിനൽ ഫീച്ചർ ഓഫ് പതോളജി ഓഫ് സ്ക്ലിറോഡെർമ. എന്തായിരിക്കും, എക്സസ് കൊളാജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിപ്പോസിഷൻ, വാസ്കുലാർ ഡാമേജ് ആൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഇതായിരിക്കും കാർഡിനൽ ഫീച്ചേഴ്സ് ആൻഡ് ഇൻഫ്ലമേഷൻ. പിന്നെ നമ്മൾ ഏതൊക്കെയായിരിക്കും അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്ന HLA DR1, DR2, DR3, DR5 ആൻഡ് DRWS2 ആയിരിക്കും നമുക്ക് HLA അസോസിയേഷൻസ് വരുന്നത് സ്ക്ലിറോഡെർമയിൽ. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മെയിലിനേക്കാളും ഫീമെയിലായിരിക്കും 1:4 റേഷ്യോയിൽ കൂടുതലായിരിക്കും. 4th to 5th ഡെക്കേഡ് ഒരു എൽഡർലി പീപ്പിളിലായിരിക്കും ഉണ്ടാകുന്നത്. 4th to 5th ഡെക്കേഡിലായിരിക്കും ഉണ്ടാകുന്നത്. ഓൺസെറ്റ് ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും. ഇനീഷ്യൽ സിംറ്റംസ് വേരി ചെയ്ത് വരാം. അപ്പൊ നമ്മൾ പല രീതിക്കുള്ള നമ്മൾ പറഞ്ഞു, സ്കിന്നിലും ഇന്റേണൽ ഓർഗൻസിലുള്ള അഫെക്ഷൻ പറഞ്ഞു. സോ സ്കിന്നിലുള്ള അഫെക്ഷൻസ് നമ്മൾ പറഞ്ഞു, എഡിമ വരുന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം അവിടെ തിക്കനിങ് ആൻഡ് ഇൻഡുറേഷൻ ഉണ്ട്, തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഓഫ് ദ സ്കിൻ ഉണ്ടാകുന്നു. അതിന്റെ നോർമൽ പ്ലയബിലിറ്റി ലോസ് ആകുന്നു. ദെൻ അപ്പൻഡേജസ് ലോസ് ആകുന്ന കാര്യം പറഞ്ഞു. ദെൻ ഫേസ് ആണെങ്കിൽ മൗസ് ഹെഡ് അപ്പിയറൻസ്, പിഗ്മെന്റേറ്ററി ചേഞ്ചസ് ഉണ്ടാകുന്നു. എവിടെ എക്സ്ട്രമിറ്റീസിലും ആന്റിരിയർ ചെസ്റ്റ് ബോളിലും എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്, സോൾട്ട് ആൻഡ് പെപ്പർ അപ്പിയറൻസ്. അതേപോലെ ടെലങ്ജക്ടേഷ്യ ഉണ്ടാകാം. ദെൻ അൾസർ ഫോർമേഷൻ ഉണ്ടാകുന്നു ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് ടോസ്റ്റിന്റെ ടിപ്പില്. ദെൻ പാമാർ ആസ്പെക്ട് ഓഫ് ദ ടെർമിനൽ ഫാലൻജസിൽ സബ്ക്യൂട്ടേനിയസ് കാൽസിഫിക്കേഷൻ ഉണ്ടായിട്ട് അവിടെ അൾസർ ഫോർമേഷൻ ഉണ്ടാകാം. എക്സ്ട്രമിറ്റീസിലാണ് പ്രിഡോമിനേറ്റ്ലി അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ സ്ക്ലിറോഡെർമയെ എന്ത് പറയും, ആക്രോസ്ക്ലിറോസിസ് എന്ന് പറയും. ദെൻ ക്യൂട്ടേനിയസ് ഇൻവോൾവ്മെന്റ് നോക്കുവാണെങ്കിൽ ഇന്റേണൽ ഓർഗൻസിൽ നോക്കുവാണെങ്കിൽ GIT-ക്കകത്ത് ഈസോഫാഗസിനകത്താണെങ്കിൽ ലോവർ 1/3 ആയിരിക്കും എഫക്ഷൻ ആകുന്നത്. സ്റ്റൊമക്ക് ആണെങ്കിൽ വാട്ടർമെലൺ സ്റ്റൊമക്ക് എന്ന് പറയുകയും അപ്പർ GIT ബ്ലീഡിങ്ങിന് കാരണമാകുകയും ചെയ്യുന്നത് എവിടെ ആയിരിക്കും, സ്റ്റൊമക്കില്. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ ഫൈബ്രോസിസ്, ഹൈപ്പർ മൊബിലിറ്റി,
സ്യൂഡോ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ആയിരിക്കും ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത്. മസ്കുലർ സ്കെൽറ്ററിൽ നോക്കുവാണെങ്കിൽ സ്ക്ലീറോഡെർമയിൽ എന്ത് സംഭവിക്കും? മൊബിലിറ്റി കുറയുന്നു. എന്ത് കാരണം? സോഫ്റ്റ് ടിഷ്യൂവിന് ഫൈബ്രോസിസ്, എല്ലായിടവും ഫൈബ്രോസിസ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ? സോ ഫൈബ്രോസിസ് കാരണം സോഫ്റ്റ് ടിഷ്യൂവിന് ഫൈബ്രോസിസ് ഉണ്ടാകുന്ന കാരണം മൊബിലിറ്റി കുറയും, ഹൈപ്പർ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആകും. സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ഉണ്ടാകും. റിസോപ്ഷൻ ഓഫ് ബോൺ ഉണ്ടാവും. എവിടെയായിരിക്കും? മെയിൻലി ടെർമിനൽ ഫാലിങ്സിൽ. വേറെ ഏതൊക്കെ അഫക്ട് ചെയ്യാം? റിബ്സില്, ക്ലാവിക്കിൾ ആൻഡ് ടിപ്പ് ഓഫ് ദ ആംഗിൾ ഓഫ് ദ മാൻഡിബിളിലും ഉണ്ടാകാം. ലങ്സ് ആണെങ്കിൽ അവിടെ അഗെയിൻ ഫൈബ്രോസിസ്, ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ഉണ്ടാകും, പ്രോഗ്രസീവ് ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ആൻഡ് ആൽവിയോളോ കാപ്പിലറി ബ്ലോക്ക് സിൻഡ്രോം. അത് പ്രോഗ്രസ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി പൾമിനറി ഹൈപ്പർ ടെൻഷനും കോർ പൾമിനയിലും ഡെവലപ്പ് ആകാം. ദെൻ കിഡ്നി ആണെങ്കിൽ എന്തായിരിക്കും? സ്ക്ലീറോസിസ് ഇൻ കിഡ്നി, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് റീനൽ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ നെർവസ് സിസ്റ്റത്തിനകത്താണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, മെയിലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു, ഡിഫ്യൂസ് ആൻഡ് ലിമിറ്റഡ്. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടു പർട്ടിക്കുലർ ക്യൂട്ടേനിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്കിന്നിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, സിസ്റ്റമിക് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ സിസ്റ്റമിക് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഡിഫ്യൂസ് എന്ന് പറയും. സോ ക്ലാസിഫിക്കേഷൻ അത് ഫസ്റ്റ് ലോക്കലൈസ് സ്ക്ലീറോഡെർമ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. ലീനിയർ സ്ക്ലീറോഡെർമ, ഒരു ലീനിയർ പാറ്റേണിലായിരിക്കും സ്കിൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. അവിടെ അണ്ടർലൈൻ ടിഷ്യൂല് വന്നിട്ട് അട്രോഫി ഉണ്ടാകും. ദെൻ ഡിസെമിനേറ്റഡ് സ്ക്ലീറോഡെർമ, ഡിസെമിനേഷൻ ഉണ്ടായി കഴിഞ്ഞു. സോ മൾട്ടിപ്പിൾ ഏരിയയിൽ സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും. അവിടെ വന്നിട്ട് സിസ്റ്റമിക് സിംറ്റംസ് ആബ്സെന്റ് ആയിരിക്കും അല്ലെങ്കിൽ മിനിമൽ ആയിട്ട് ഉണ്ടാകാം. ദെൻ ക്രെസ് സിൻഡ്രോം, ദെൻ പ്രോഗ്രസീവ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് അവിടെ പ്രോഗ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റമിക്കിലും ഉണ്ടായിരിക്കും, സിസ്റ്റമിക് ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കും. അവിടെ വന്നിട്ട് വേർസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ദെൻ ഡയഗ്നോസിസ് നമ്മൾ പറഞ്ഞു, മെയിൻലി ക്ലിനിക്കൽ ആയിരിക്കും. സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞു. ദെൻ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ മെയിൻലി വന്നിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സ്കിൻ ബയോപ്സി എന്തിനായിരിക്കും? കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ ബയോപ്സി യൂസ് ചെയ്യാം. ESR എലിവേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആക്റ്റീവ് ഫേസസിൽ IgG വന്നിട്ട് എലിവേറ്റഡ് ആയിരിക്കും. ദെൻ നമ്മുടെ RA ഫാക്ടർ 20 to 25% പോസിറ്റീവ് ആയിരിക്കാം. ആന്റി ന്യൂക്ലിയർ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം. ANA 70% ഓഫ് കേസസിൽ പോസിറ്റീവ് ആയിരിക്കും. ദെൻ നമ്മൾ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, ലിമിറ്റഡിനാണെങ്കിലും അതേപോലെ തന്നെ ഡിഫ്യൂസിനാണെങ്കിൽ ആന്റീരിയോ പോയിസോ മെർസൽ എന്ന് പറഞ്ഞ അതും, ലിമിറ്റഡിനാണെങ്കിൽ ആന്റി സെൻഡ്രോമിയറും പോസിറ്റീവ് ആയിരിക്കും ഇൻ ലിമിറ്റഡ് സ്ക്ലീറോഡെർമ. ഇത്രയായിരിക്കും സ്ക്ലീറോഡെർമയെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വെസൽ വാൾ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെ? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ബ്ലഡ് വെസൽ വാൾ വിത്ത് അസോസിയേറ്റഡ് ഡാമേജ് ടു സ്കിൻ, കിഡ്നി, ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ ആൻഡ് GIT. സോ വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇൻഫ്ലമേഷൻ ആയിരിക്കും. ഐറ്റിസ് ഇസ് ഇൻഫ്ലമേഷൻ. സോ വെസലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആയിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. സോ വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ. ബ്ലഡ് വെസൽ വാളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നെക്രോസിസിനെ ആയിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാത്രമായിരിക്കില്ല, അതിന്റെ അസോസിയേറ്റഡ് ഉള്ള ഡാമേജ് എവിടെയൊക്കെ ഉണ്ടാകും? സ്കിന്നിലും ഇന്റേണൽ ഓർഗൻസിലും അസോസിയേറ്റഡ് ഡാമേജ് ഉണ്ടാകാം അല്ലെ? കാരണം ബ്ലഡ് വെസൽ സപ്ലൈ എല്ലാ ഇന്റേണൽ ഓർഗൻസിലും സ്കിന്നിലും എല്ലാം പോകുന്നില്ലേ? സോ അങ്ങോട്ടേക്കല്ല അതിന്റെ അസോസിയേറ്റഡ് ഡാമേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാല് ഇത് വന്നിട്ട് ഒരു കോമൺ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും സെവറൽ ഡിഫറെന്റ് ഇമ്യൂണോളജിക്കൽ പ്രോസസ്സിന്റെ, പലതരത്തിലുള്ള ഇമ്യൂണോളജിക്കൽ പ്രോസസ്സിന്റെ ഒരു ഡിസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. മേ ബി അത് പ്രൈമറി ആയിട്ട് കാണാം, അത് പ്രൈമറി ആയിട്ട് നമുക്ക് വാസ്കുലൈറ്റിസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സർട്ടൻ അത് ഇമ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സിന് സെക്കൻഡറി ആയിട്ടും നമുക്ക് വാസ്കുലൈറ്റിസ് വന്നിട്ട് കാണാൻ പറ്റും. ഇനി എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? ഈ ബ്ലഡ് വെസൽസിനകത്ത് എന്ത് കാണും? നമ്മുടെ വെസൽ വാളിനകത്ത് വന്നിട്ട് ഇൻഫിൽട്രേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സ്, സെക്കൻഡറി ചേഞ്ചസ് ഇൻ ദ വെസൽ വാൾസ് ആൻഡ് ഒക്ലൂഷൻസ് കാണാൻ പറ്റും. വെസൽ വാളിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും? ഇൻഫിൽട്രേഷൻ ബൈ ല്യൂക്കോസൈറ്റ്സ്, WBC ഇൻഫിൽട്രേഷൻ ഉണ്ടായിരിക്കും. സെക്കൻഡറി ചേഞ്ചസ് ഉണ്ടായിരിക്കും വെസൽ വാളിനകത്ത്. അതേ കണക്ക് തന്നെ ഒക്ലൂഷൻസും ഉണ്ടായിരിക്കും. ഇതായിരിക്കും മെയിൻലി വന്നിട്ട് വാസ്കുലൈറ്റിസ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. സോ വാസ്കുലൈറ്റിസ് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ. ബ്ലഡ് വെസൽസിന്റെ വാൾസിനകത്ത് ഇൻഫ്ലമേഷനും നെക്രോസിസും ഉണ്ടാകുന്നതിനായിരിക്കും നമ്മൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അതിന് പക്ഷെ അസോസിയേറ്റ് ചെയ്തിട്ട് വേറെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലും സ്കിന്നിലും ഒക്കെ ഡാമേജസ് ഉണ്ടായിരിക്കും. ഇതൊരു യൂഷ്വലി വന്നിട്ട് ഒരു ഇമ്യൂണോളജിക്കൽ പ്രോസസ്സിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് കാണുന്നത്. ഒന്നെങ്കിൽ അതൊരു പ്രൈമറി മാനിഫെസ്റ്റേഷൻ ആയിരിക്കും, ഡയറക്ട്ലി വാസ്കുലൈറ്റിസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ സർട്ടൻ ഇമ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സിന് സെക്കൻഡറി ആയിട്ട് നമുക്ക് വാസ്കുലൈറ്റിസ് കാണാൻ പറ്റും. ദെൻ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വെസലാണ് അഫക്ട് ആയിട്ടുള്ളത്? ഇപ്പം ലാർജ് വെസൽസിലാണ് എഫക്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മീഡിയം സൈസ്, അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നത് വാസ്കുലൈറ്റിസിന്റെ. ലാർജ് വെസൽ വാസ്കുലൈറ്റിസ്, മീഡിയം സൈസ്ഡ് വെസൽ വാസ്കുലൈറ്റിസ്, സ്മോൾ വെസൽ ആൻഡ് ക്യൂട്ടേനിയസ് വെസൽ.
സോ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ലാർജ് വെസൽ ആർത്രൈറ്റിസ്. ലാർജ് വെസൽ വാസ്കുലൈറ്റിസിനകത്ത് വരുന്ന ഏതൊക്കെയായിരിക്കും? ജൈന്റ് സെൽ ആർത്രൈറ്റിസ് ആൻഡ് ടക്കിയാസു ആർത്രൈറ്റിസ്. സോ ലാർജ് വെസൽ ആർത്രൈറ്റിസിനകത്ത് വരുന്ന ഏതായിരിക്കും? ജൈന്റ് സെൽ ആർത്രൈറ്റിസ് ആൻഡ് ടക്കിയാസു ആർത്രൈറ്റിസ്. മീഡിയം സൈസ്ഡ് വെസലിനകത്തായിരിക്കും പാൻ ആർത്രൈറ്റിസ് നോഡോസ ആൻഡ് കവാസാക്കി ഡിസീസ് എവിടെ വരും? മീഡിയം സൈസ്ഡ് വെസലിനകത്ത് വരും. ദെൻ സ്മോൾ വെസൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആർട്ടീരിയോൾസ്, കാപ്പിലറീസ് ആൻഡ് വെന്യൂൾസ് ആയിരിക്കും സ്മോൾ വെസലിൽ വരുന്നത്. അവിടെ വരുന്നതായിരിക്കും മൈക്രോസ്കോപ്പിക് പോളി ആൻജൈറ്റിസ്, ഗുഡ് പാസ്റ്റർ സിൻഡ്രോം, വേഗ്നസ് ഗ്രാനുലോമാറ്റോസിസ്, ഷ്രഗ്-സ്ട്രോസ് സിൻഡ്രോം, ബെഹ്സെറ്റ് സിൻഡ്രോം, ഹെനോക്ക്-ഷോലൻ പെർപ്യൂറ. ഇത് ഇത്രയും വരുന്നത് സ്മോൾ വെസൽ വാസ്കുലൈറ്റിസിനകത്തായിരിക്കും. ഇത് നമ്മൾ ഓരോ കണ്ടീഷനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. ആൻഡ് ക്യൂട്ടേനിയസ് വെസൽസിനകത്ത് വരുന്നതായിരിക്കും ഐസൊലേറ്റഡ് ക്യൂട്ടേനിയസ് ലൂക്കോക്ലാസ്റ്റിക് വാസ്കുലൈറ്റിസ് എന്ന് പറയും. സോ ഇതായിരിക്കും ക്ലാസിഫിക്കേഷൻ. ഏത് ടൈപ്പ് ഓഫ് വെസലാണ് അഫെക്ഷൻ ആകുന്നത് അത് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ലാർജ് ബ്ലഡ് വെസൽസ് ആണെങ്കിൽ ലാർജ് വെസൽ വാസ്കുലൈറ്റിസ്, മീഡിയം സൈസ്ഡ് വാസ്കുലൈറ്റിസ്, സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ് ആൻഡ് ക്യൂട്ടേനിയസ് വാസ്കുലൈറ്റിസ്. ലാർജ് വെസലിനകത്ത് ഏതൊക്കെ വരും? ജൈന്റ് സെൽ ആർത്രൈറ്റിസ്, ടക്കിയാസു ആർത്രൈറ്റിസ്. മീഡിയം സൈസിനകത്താണെങ്കിൽ പാൻ ആൻഡ് കവാസാക്കി ഡിസീസ്. സ്മോൾ വെസൽസിനകത്താണെങ്കിൽ മൈക്രോസ്കോപ്പിക് പോളി ആൻജൈറ്റിസ്, ഗുഡ് പാസ്റ്റർ സിൻഡ്രോം, വാഗ്നസ് ഗ്രാനുലോമാറ്റോസിസ്, ഷ്രഗ്-സ്ട്രോസ് സിൻഡ്രോം, ബെഹ്സെറ്റ് സിൻഡ്രോം, ഹെനോക്ക്-ഷോലൻ പെർപ്യൂറ ഒക്കെ ആയിരിക്കും സ്മോൾ സെല്ലിനകത്ത് വരുന്നത്. ദെൻ ക്യൂട്ടേനിയസിനകത്താണെങ്കിൽ ഐസൊലേറ്റഡ് ക്യൂട്ടേനിയസ് ലൂക്കോക്ലാസ്റ്റിക് വാസ്കുലൈറ്റിസ് ആയിരിക്കും ക്യൂട്ടേനിയസ് വെസൽസിനകത്ത് വരുന്നത്. ഇതായിരിക്കും മെയിൻലി ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ടു ദ വാസ്കുലൈറ്റിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ഇത്രയും പറഞ്ഞത്. ദെൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പാൻ ആർത്രൈറ്റിസ് നോഡോസ. അതായത് നമ്മൾ പാൻ ആർത്രൈറ്റിസ് നോഡോസ. സോറി, അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതൊരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ഓഫ് ദ സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറി ആയിരിക്കും. ഏത് ഓർഗനിലേക്കുള്ള സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറിയിലായിരിക്കും ഏത് അഫെക്ഷൻ ഉണ്ടാകുന്നത്? PN അഫെക്ഷൻ ഉണ്ടാകുന്നത്. എക്സെപ്റ്റ് ലങ്ങിലേക്ക് മാത്രമുള്ള ഇതിനകത്ത് അഫെക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. സോ പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. ഏത് സ്മോൾ ടു മീഡിയം. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മീഡിയത്തിനകത്താണ് പാൻ പഠിച്ചതെങ്കിലും നമ്മൾ പറയുമ്പം സ്മോൾ ടു മീഡിയം സൈസ്ഡ് വെസൽസിനകത്ത് ഉണ്ടാകുന്നതായിരിക്കും പാൻ എന്ന് പറഞ്ഞാല് എല്ലാ ഓർഗനിലോട്ടും എക്സെപ്റ്റ് ലങ്സിലോട്ടുള്ള ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗനിലോട്ടുള്ള വാസ്കുലേച്ചറിനകത്ത് അഫെക്ഷൻ ഉണ്ടായിരിക്കും ഇൻ പോളി ആർത്രൈറ്റിസ് നോഡോസ. സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെ ആയിരിക്കും? ക്യാരക്ടറൈസ്ഡ് ബൈ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ നൊഡ്യൂൾസ് എലോങ് ദ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിന്റെ എലോങ് ആയിട്ട് മൾട്ടിപ്പിൾ നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. മെയിൻലി എഫക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? സ്മോൾ ആർട്ടറീസ്, ആർട്ടിയോറിയോൾസ് ആൻഡ് വെന്യൂൾസ്. കാപ്പിലറീസിൽ വന്നിട്ട് ഉണ്ടാകാറില്ല പാനിനകത്ത്. സോ പാൻ അല്ലെങ്കിൽ പോളി ആർത്രൈറ്റിസ് നോഡോസ ഇതെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. സ്മോൾ ടു മീഡിയം സൈസ്ഡ് വെസൽസിനായിരിക്കും എഫക്ട് ചെയ്യുന്നത്. എങ്ങോട്ടേക്കുള്ളത്? ഏത് ഓർഗൻസിലോട്ടുള്ളതും ആകാം എക്സെപ്റ്റ് ലങ്സിലോട്ടുള്ളത് ഒഴിച്ച് ബാക്കി എങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈയിലും സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആർട്ടറീസിനകത്തായിരിക്കും എന്ത് അഫെക്ഷൻ ഉണ്ടാകുന്നത്? പോളി ആർത്രൈറ്റിസ് നോഡോസ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും? ഒരു നൊഡ്യൂൾ. നമ്മൾ പറഞ്ഞല്ലോ പോളി ആർത്രൈറ്റിസ് നോഡോസ. അപ്പൊ ഒരു നോഡ് ഫോർമേഷൻ ഉണ്ടാവണം അല്ലെ? സോ മൾട്ടിപ്പിൾ നോഡ് ഫോർമേഷൻസ് ഉണ്ടായിരിക്കും ബ്ലഡ് വെസൽസ്. എലോങ് ദ ബ്ലഡ് വെസൽസ് മൾട്ടിപ്പിൾ നോഡ് ഫോർമേഷൻസ് ഉണ്ടായിരിക്കും. എവിടെയായിരിക്കും അഫെക്ഷൻ ചെയ്യുന്നത്? മെയിൻലി സ്മോൾ ആർട്ടീരിയോൾസ്, ആർട്ടറീസ്, ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസിനകത്തായിരിക്കും. കാപ്പിലറീസ് വന്നിട്ട് ഉണ്ടാകാറില്ല. എവിടെ? ഇൻ പോളി ആർത്രൈറ്റിസ് നോഡോസ കാപ്പിലറീസ് വന്നിട്ട് സ്പെയർഡ് ആയിരിക്കും. ഇതിന് അതിന്റെ പതോളജി നോക്കുവാണെങ്കിൽ ലീഷൻ കൺസിസ്റ്റ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെ എന്തായിരിക്കും? ഇൻഫിൽട്രേഷൻ ബൈ ലൂക്കോസൈറ്റ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ? So it consists of polymorphonuclear infiltration, necrosis and aneurysmal dilatation of the arterial wall. അപ്പം ലീഷൻ നമ്മൾ ലീഷൻ നോക്കുവാണെങ്കിൽ the lesion consists of polymorphonuclear infiltration, necrosis and aneurysmal dilatation of the arterial wall. Arterial wallനകത്ത് PMN infiltrations ഉണ്ടായിരിക്കും, നെക്രോസിസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അന്യൂറിസ്മൽ ഡയലറ്റേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് ഫോം ചെയ്തും ത്രോംബോട്ടിക് ഒക്ലൂഷൻസ് വന്നിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആയിരിക്കും പാൻ. ഏത്? മീഡിയം ടു സ്മോൾ ടു മീഡിയം സൈസ് ആർട്ടറീസിലോട്ട് ഉണ്ടാകാം. എങ്ങോട്ടേക്കുള്ള? എല്ലാ ഓർഗനിലോട്ടുള്ള സ്മോൾ ടു മീഡിയം സൈസ്ഡ് വെസൽസിനകത്ത് ഉണ്ടായിരിക്കാം എക്സെപ്റ്റ് ലങ്സിലേക്കുള്ള ബ്ലഡ് വെസൽസിനകത്ത് പാൻ ഉണ്ടാകത്തില്ല.
അതേപോലെ തന്നെ കാപ്പിലറീസിലകത്ത് നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇതിനെ ക്യാരക്ടറൈസ് എന്തായിരിക്കും പറയുന്നത്? നോഡോസസ്, ഒരു നോഡ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. സോ മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടായിരിക്കും എലോങ് ദ ബ്ലഡ് വെസൽസ്, മൾട്ടിപ്പിൾ നോഡ്സ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. എവിടെയൊക്കെ കാണും? സ്മോൾ ആർട്ടറീസിനകത്ത്, ആർട്ടീരിയോളിനകത്ത്, വെന്യൂൾസിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ കാപ്പിലറീസിനകത്ത് വന്നിട്ട് നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകത്തില്ല. പതോളജി നോക്കുവാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു? കൺസിസ്റ്റ് ഓഫ് ദ ലീഷനകത്ത് നോക്കുവാണെങ്കിൽ PMN ഇൻഫിൽട്രേഷൻ ഉണ്ടായിരിക്കും, നെക്രോസിസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അന്യൂറിസ്മൽ ഡയലറ്റേഷൻ ഓഫ് ദ ആർട്ടീരിയൽ വാൾ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാം? ത്രോംബോട്ടിക് ഒക്ലൂഷൻസ് ഉണ്ടാകാം. എങ്ങോട്ടേക്കായിരിക്കും? മെയിൻലി എല്ലാ ഓർഗനിലോട്ടുള്ള ബ്ലഡ് വെസൽസിലും ഉണ്ടാകാന്ന് പറഞ്ഞു അല്ലെ. എന്നാലും മെയിൻ ഇമ്പാക്ട് എങ്ങോട്ടേക്കായിരിക്കും നോക്കുവാണെങ്കിൽ മെയിൻ ഇമ്പാക്ട് ഈസ് ഓൺ ദ ആർട്ടറി ടു ദ മസിൽ, കിഡ്നി, ഹാർട്ട്, മെസൻട്രി ആൻഡ് വാസ നെർവോറം. ഇത്ര അടുത്തേക്കായിരിക്കും മെയിൻലി അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത്. സോ മെയിൻ ഇമ്പാക്ട് ഈസ് ഓൺ ദ ആർട്ടറി ടു ദ മസിൽ, കിഡ്നി, ഹാർട്ട്, മെസൻട്രി